ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകത്തിൽ ന്യൂസ് 18 വാർത്ത സ്ഥിരീകരിച്ച് സാക്ഷിയായ ശുചീകരണ തൊഴിലാളി മലയാളി പെൺകുട്ടികൾ ഉൾപ്പെടെ താൻ സംസ്കരിച്ചിട്ടുണ്ട് എന്ന് ദേശീയ ഓൺലൈൻ മാധ്യമമായ ന്യൂസ് മിനിറ്റിന് നൽകിയ അഭിമുഖത്തിൽ മുൻ ശുചീകരണ തൊഴിലാളി ಆವರ್ತಿച്ചു. ದೇಶಕ್ಕೆ ಎತ್ತರದಿಂದ ಅಲ್ಲಿ ಕ್ಯಾನ್ಸ್ಫಾರಂ ಎಲ್ಲ ಹಾಕಿದ್ದಾರೆ. ಮತ್ತೆ ಅಲ್ಲಿ ಕ್ಯಾನ್ಸ್ಫಾರಂ ಬಿದ್ದೋಗ್ತದೆ ಅಂತ ಹೇಳಿ ಸ್ವಲ್ಪ ಮಣ್ಣು ತೆಗೆಯೋದು ಬಾಕಿ ಆಯಿತು. ಅದು ಗ್ಯಾಸ್ನನ್ನು ಎಲ್ಲ ತೆಗೆಸಿ ಸುತ್ತವಾಗಿ ತೆಗೆಸಿದ್ರೆ ಅದು ಸಿಕ್ಕಿತ್ತು. ಮತ್ತೆ ಇನ್ನು ಗೋಮಟ ಬೆಟ್ಟದಲ್ಲಿ ಒಂದು 10-20 ಎಲ್ಲ ಹಾಕಿದುಂಟು. ಇನ್ನು ಕೆಲವು ಈಗ ನೋಡಿ ಕೇರಳ ಹೆಂಗ್ಸ್ ಒಂದು ಮಣ್ಣು ಮಾಡಿದುಂಟು. ಅಲ್ಲಿ ಹೋಗಿ ನೋಡಿದ್ವಿ ಬಂಡೆಕಲ್ಲು ಮುಚ್ಚಿ ಹೋಗಿದೆ. ಆ ಬಂಡೆಕಲ್ಲು 4 ಫೀಟ್ ಮೇಲೆ ಇತ್ತು. ಈಗ ಬಂಡೆಕಲ್ಲು ಮಣ್ಣು ಮುಚ್ಚಿದೆ, ಅಲ್ಲಿ ಮಣ್ಣು ಸುರಿದಿದೆ. ಕಲ್ಲೇರಿ ಪೆಟ್ರೋಲ್ ಬಂಕಲ್ಲಿ ಒಂದು ಚಿಕ್ಕ ಹುಡುಗಿ, ಒಂದು 15 ವರ್ಷದ ಹುಡುಗಿ, ಆ ಹುಡುಗಿ ಶವವನ್ನು ಹುಡುಕಿ ಹೋದ್ರೆ ನಾನಾಗ ಹೋಗುವಾಗ ನಾವು ಊಟಕ್ಕೆ ಹೋಗಿ ധർമ്മസ്ഥലയിൽ ഇന്ന് പരിശോധനയില്ല. സർപ്രൈസ് സ്പോട്ടുകൾ ഉൾപ്പെടെ 17 ഇടത്താണ് ഇതുവരെയും മണ്ണ് കുഴിച്ച് പരിശോധന നടത്തിയത്. സാക്ഷി ജോലി ചെയ്തിരുന്ന ക്ഷേത്രത്തിലെത്തിച്ചുള്ള തെളിവെടുപ്പും കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായ നീക്കമായി ഇത് വിലയിരുത്തപ്പെടുന്നുണ്ട്. KV ബൈജു ചേരുന്നു വിശദാംശങ്ങളുമായി. ബൈജു, മലയാളി പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചെന്ന് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇക്കാര്യം മുൻ ശുചീകരണ തൊഴിലാളി സ്ഥിരീകരിക്കുന്നു. മാത്രമല്ല, ഈ ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇയാൾ വെളിപ്പെടുത്തിയത്? മാത്രമല്ല, ഇന്ന് പരിശോധനയില്ല. ഇനി അടുത്ത നീക്കങ്ങൾ, അതായത് ആദ്യഘട്ട പരിശോധനയ്ക്ക് ശേഷം 2ാം ഘട്ടത്തിലെ പരിശോധന എന്ന് തുടങ്ങും എന്നാണ് SIT നൽകുന്ന വിവരം. ടോമെ, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ദ ന്യൂസ് മിനിറ്റ് എന്ന ഒരു യൂട്യൂബ് ചാനലിന് ഈ ശുചീകരണ തൊഴിലാളി ഇത്തരത്തിലൊരു അഭിമുഖം നൽകിയിരിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപടിയാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം മലയാളിയായ ഒരു പെൺകുട്ടിയെ താൻ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന കാര്യം തന്നെയാണ്. അത് അദ്ദേഹം ഇന്ന് ആവർത്തിക്കുന്നു. അവിടെ പരിശോധന നടത്തി. ആ സ്ഥലം ഇയാൾക്ക് കൃത്യമായി അറിയാം. ആ സ്ഥലത്ത് പരിശോധന നടത്തിയപ്പോൾ അവിടെ വലിയ തോതിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ആ സ്ഥലത്ത് നിന്നും ഈ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് ആ ഒരു സ്ഥലത്ത് മാത്രം, അതായത് ബാഹുബലി ഹിൽസ് ആണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന സ്ഥലം. കഴിഞ്ഞ ദിവസം ക്ഷേത്ര നഗരിയിലുണ്ടായിരുന്ന ബാഹുബലി ഹിൽസ് എന്ന് പറയുന്ന സ്ഥലം. ഒരുപക്ഷെ ഈ ലോഡ്ജുകളിലൊക്കെ താമസിക്കുന്നവരെ, ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഈ ക്ഷേത്ര ദർശനത്തെ ഒക്കെ വന്ന ആളുകളെയായിരിക്കും ഇങ്ങനെ കൊണ്ടുപോയി അവിടെ കുഴിച്ചിടുന്നത്. പ്രത്യേകിച്ച് അത് ഈ ക്ഷേത്ര ഭൂമിയിലകത്തായതുകൊണ്ട്. ആ സ്ഥലത്ത് 20ഓളം മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പറയുന്നത്, നിങ്ങൾ കാത്തിരിക്കൂ, ഞാൻ ഈ ഒരു മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ ഞാൻ ഇത്തരത്തിൽ എടുത്തു തരും. കാരണം താനിപ്പോഴും മാനസിക വിഷമത്തിലാണ്, വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് ഈ ഉള്ളത്. ഇത്തരം മൃതദേഹങ്ങളെല്ലാം പുറത്തെത്തിച്ച് ഇവർക്ക് ഓരോ വിഭാഗത്തിനും അന്തിമ കർമ്മം ചെയ്യാൻ, ആചാരപ്രകാരം തന്നെ ചെയ്യാനുള്ള അവസരം ഒരുക്കണം. എന്നാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുമെന്നാണ് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നത്. നമ്മൾ എന്തൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞോ അതെല്ലാം അതിൽ ഇയാൾ ആവർത്തിക്കുന്നുണ്ട്. അതായത് കല്ലേരി പെട്രോൾ പമ്പിന് സമീപം 15 വയസ്സുള്ള ഒരു കുട്ടിയെ ഇത്തരത്തിൽ മൃതദേഹം അടക്കം ചെയ്തു എന്ന് പറയുന്നു. അവിടെ പരിശോധന നടത്തി. അവിടെ വലിയ തോതിൽ മരങ്ങൾ വളർന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ 10-20 വർഷത്തെ ഒരു കാര്യമാണ്, അതിന് മുമ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളൊക്കെ മനസ്സിലാകാത്ത രീതിയിലൊക്കെ മാറിയിട്ടുണ്ട്. അതായത് ഭൂപ്രകൃതി ആകെ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സ്നാനഘട്ട എന്ന് പറയുന്ന 13ാം പോയിന്റ്, അതും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ആ 13ാം പോയിന്റിൽ 70 മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ അവിടെ നിന്നും കാര്യമായ ഒന്നും തന്നെ ലഭിച്ചില്ല. കാരണം 20 അടിയോളം മുകളിൽ മണ്ണ് അവിടെ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അതിന് താഴ്ച കറുത്ത മണ്ണായിരുന്നു ആ സമയത്ത്. മാത്രമല്ല, താൻ അവിടെ കുഴിച്ചിട്ടത് കണ്ടെന്ന് ദൃക്സാക്ഷികളുണ്ട്. ആ ദൃക്സാക്ഷികൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ഈ കല്ലേരി പെട്രോൾ പമ്പിന് സമീപം ഈ മൃതദേഹം കുഴിച്ചിട്ടതിന് ശേഷം ഒരു വീട്ടിൽ പോയി വെള്ളം കുടിച്ചു, തൂമ്പ കഴുകിയെന്ന് അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അതും നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു സ്ത്രീ ഇതുമായി ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ സാക്ഷിയെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ 100-ലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട്. താൻ അതെല്ലാം പുറത്തു കൊണ്ടുവരും. താൻ ഈ ക്ഷേത്രത്തിലെ ജീവനക്കാരനായിരുന്നു, അല്ലാതെ ശ്മശാനത്തിൽ ഇത്തരത്തിലെ ജീവനക്കാരായിരുന്നില്ല എന്നും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. കാരണം അവിടെയുള്ള പഞ്ചായത്തിന്റെ അധികാരികൾ ഇത്തരത്തിൽ ശ്മശാനത്തിലുള്ള ഈ മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടുണ്ടെന്ന ഒരു അവകാശവാദമായി രംഗത്ത് വന്നിട്ടുണ്ട്. അത് അദ്ദേഹം കൃത്യമായി നിഷേധിക്കുന്നുണ്ട്. താൻ ഈ ക്ഷേത്രത്തിന്റെ ഒരു ജീവനക്കാരനായിരുന്നു എന്നാണ്. ഇതിൽ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ ലോഡ്ജുകളിൽ നിന്ന് താമസിക്കുന്ന ആളുകളെയാണ് ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്തിയത്, ബലാത്സംഗം ചെയ്തും മറ്റും കൊലപ്പെടുത്തിയ മൃതദേഹങ്ങൾ തനിക്ക് ലഭിച്ചെന്നാണ് പറയുന്നത്. ഈ റൂം ബോയ്സ് ആണ് പ്രധാനമായും ഇങ്ങനെ ഏൽപ്പിച്ചത്. അതുകൂടാതെ മാനേജർമാരുണ്ട്, സൂപ്പർവൈസർമാരുണ്ട്. അവരെല്ലാം പേരറിയാം. പേരിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, അത് കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. ആ
കാലഘട്ടങ്ങളിൽ ഈ ലോഡ്ജിൽ താമസിക്കാനെത്തുന്ന ഇതുപോലുള്ള കുടുംബങ്ങളെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോവുകയും ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയും തന്നെ ഇത്തരത്തിൽ നിയോഗിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ജീപ്പിലും മറ്റും വാഹനങ്ങളിലും കൊണ്ടുപോയി വനമേഖലകളിലും. ഈ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 100-ലധികമാണെന്ന് പറയുന്നുണ്ട്. പ്രതിപട്ടികയിലുള്ളവർ, ഒരുപക്ഷെ പ്രതിപട്ടികയിൽ വരാൻ പോകുന്നവരുടെ കണക്കെടുത്താൽ അതിലും അധികമാകില്ല. കാരണം ഇവിടെ നിരവധി പേർ കൂട്ടബലാത്സംഗം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നവരുണ്ട്. ഈ മൃതദേഹങ്ങൾ ഇവിടെ എത്തിച്ചു നൽകിയ ഹോട്ടൽ ഉടമകൾ, ജീവനക്കാരുണ്ട്. നിലവിൽ പോലീസ് ഈ പ്രതികളെന്ന് സംശയിക്കുന്ന ആരിലേക്കെങ്കിലും പോലീസിന്റെ അന്വേഷണം, SITയുടെ അന്വേഷണം എത്തിയിട്ടുണ്ടോ? ടോമെ, ആ കാര്യത്തിൽ SIT വളരെ രഹസ്യ സ്വഭാവത്തിലാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ സർപ്രൈസ് സ്പോട്ടിൽ പരിശോധന നടത്തി. അതായത് ഈ ഒരു വ്യക്തിയുടെ, ഉന്നത വ്യക്തിയുടെ സ്ഥലത്ത്. അതിന് തൊട്ടു പിന്നാലെ ക്ഷേത്രത്തിന് സമീപമുള്ള ഈ ഒരു റിസപ്ഷൻ കേന്ദ്രം അവിടെ ഉണ്ട്. അതിലും ഈ സ്ഥലങ്ങളിലൊക്കെ ഈ ശുചീകരണ തൊഴിലാളി പണ്ട് ഇടപഴകിയ ആ പ്രദേശത്തെത്തി തെളിവെടുപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെന്തിനാണെന്നാണ് ഒരു ചോദ്യം വരുന്നത്. ഒരു പക്ഷേ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലേതെങ്കിലും ഈ ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയ ആളുകൾ SITയുടെ കസ്റ്റഡിയിലുണ്ടോ, അവരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ, അവരിൽ നിന്നും എന്തെങ്കിലും വിവരങ്ങൾ കൂടുതൽ ലഭിച്ചിട്ടുണ്ടോ? ഓരോ ദിവസം കഴിയുമ്പോഴും SITയുടെ അന്വേഷണം കൂടുതൽ ഊർജിതമായി മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. തെളിവുകൾ ലഭിച്ചില്ല, മൃതദേഹാവശ്യങ്ങൾ ലഭിച്ചില്ല എന്ന വാർത്തകൾ വരുമ്പോഴും എന്തിനാണ് SIT ഇത്രയും ഊർജിതമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയെന്ന ഒരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ SITക്ക് വളരെ കൃത്യമായ തെളിവുകൾ ലഭിച്ചു തുടങ്ങി, അതല്ലെങ്കിൽ ഇത്തരത്തിൽ ആരെങ്കിലും കസ്റ്റഡിയിലുണ്ടോ എന്ന് സംശയിക്കപ്പെടേണ്ടി വരും. എന്തായാലും ഇതെല്ലാം SITയുടെ ഭാഗത്ത് സ്ഥിരീകരണം വരേണ്ടതാണ്. പ്രാഥമിക ഘട്ടത്തിലാണ് ഈ അന്വേഷണം എന്നാണ് DGP ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നത്. ഒരു പക്ഷേ നാളെ നിയമസഭയിൽ സിദ്ധരാമയ്യ, അതല്ലെങ്കിൽ G. പരമേശ്വരൻ, ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇത് സംബന്ധിച്ച ഒരു വിശദീകരണം നൽകുമെന്ന ഒരു വിവരം കൂടി നമുക്ക് വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നാളത്തെ നിയമസഭ ആ സമ്മേളനം വളരെ പ്രധാനമാണ്. ഈ കാര്യത്തിൽ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി, ആ പ്രാഥമിക ഘട്ടത്തിലുള്ള പുരോഗതി ഒരു പക്ഷേ നാളെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് DK ശിവകുമാറാണ് ഇത്തരത്തിലുള്ള ഒരു സൂചന നൽകിയത്. നാളെ ഈ സിദ്ധരാമയ്യ ഈ നിയമസഭയിൽ ഇത് സംബന്ധിച്ച ഒരു വിവരം നൽകുമെന്ന്. പക്ഷെ അപ്പോഴും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ പങ്കുവെക്കുന്നില്ല. എത്ര മൃതദേഹാവശങ്ങൾ ലഭിച്ചു, അത്തരം കാര്യങ്ങളൊന്നും പങ്കുവെക്കുന്നില്ല. പക്ഷേ ഈ ശുചീകരണ തൊഴിലാളിയുടെ അഭിമുഖത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, 6ാമത്തെ പോയിന്റിൽ താൻ കുഴിച്ചിട്ട ഒരു മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന 11A എന്ന് പറയുന്ന സ്ഥലം, അവിടെ നിന്നും 4ഓളം മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ നൽകിയ റിപ്പോർട്ടാണ്. അതിനെ സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് ഈ അഭിമുഖമുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് കൃത്യമായ അതേ കാര്യങ്ങളാണ് ഇതിൽ ഇദ്ദേഹം വ്യക്തമാക്കുന്നതെന്നാണ് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ ഈ അഭിമുഖത്തിന് തയ്യാറായത് തന്നെ താൻ വലിയ മാനസിക സമ്മർദ്ദത്തിലാണ്, വലിയ തോതിലുള്ള കുറ്റപ്പെടുത്തലുകൾ വരുന്നു, മൃതദേഹാവശങ്ങൾ ലഭിക്കുന്നില്ല എന്ന് അതിനൊരു വിശദീകരണം എന്ന നിലയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അഭിമുഖത്തിന് ഇദ്ദേഹം തയ്യാറായെന്ന് വേണം പറയാൻ. വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ധർമ്മസ്ഥലയിൽ ഇനി എന്താണ് സംഭവിക്കുന്നത്, SITയുടെ നീക്കങ്ങൾ എന്താണെന്ന് പരിശോധിക്കേണ്ടതാണ്.